വണക്കം. കാതലുക്ക് നേരമില്ലായി. രവി മോഹൻ, നിത്യ മേനോൻ പ്രധാന വേഷങ്ങളിലെത്തിയ പടമാണ്. രവി മോഹൻ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജയൻ രവിയാണ് കേട്ടോ. പുള്ളി പേരൊക്കെ മാറ്റി ഒഫീഷ്യലായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ പേരൊക്കെ മാറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ജയൻ രവി ആയിരുന്നു ഒരു രസം. രവി മോഹൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മില്ല. എന്നിരുന്നാലും പുള്ളിയുടെ ഇത് ഓക്കെ ഫൈൻ, അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രവി മോഹൻ, നിത്യ മേനോൻ്റെ പടം പടം ഒരുമാതിരി നമുക്ക് എന്ത് പറയാം, ഓക്കെ എന്നും പറയാൻ പറ്റൂല, ഒരു ആവറേജ് പടമോടെ. അവർ ഉദ്ദേശിച്ചത് എന്തിനാണെന്നാണ് ഇപ്പോഴും. അവസാനം നമ്മളൊരു സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിനൊരു ഒരു അവസാനിപ്പിക്കാത്ത രീതിയിലൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയൊക്കെയാണ് നിർത്തിവെച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഒരു സിനിമ കണ്ടപ്പോൾ. അണ്ണാ ജയൻ രവിന്ന് വായിന്ന് പറഞ്ഞോളൂ. രവി മോഹൻ അണ്ണനോട് എനിക്ക് പറയാനുള്ള, അണ്ണ ഈ ഫീൽഡ് പരിപാടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ദീപാവലിക്ക് ഒരു പടക്കം, പൊങ്കലിനൊരു പടക്കം എറിഞ്ഞ് പൊട്ടിക്കുകയാണല്ലോ. നല്ല പടങ്ങൾ ചെയ്യണ്ട. അണ്ണൻ്റെ മറ്റേ തനിയൊരുവനും പിന്നെ എങ്ങാണ്ടോ മറ്റേ മിരുതൻ റിലീസ് ചെയ്താൽ മറ്റേ മിരുതൻ 2 നിങ്ങൾ സിനിമയിൽ അവസാനം മിരുതൻ 2 ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഹനക്കവും ഇല്ല. എനിക്ക് അങ്ങനത്തെ പ്രോജക്റ്റിനൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ് അണ്ണൻ്റെ ഒരു കിഡിലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അണ്ണ ഈ ഫീൽഡ് ഗുഡും മറ്റേ ഗുഡെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തു പറയാനാണ്, അത് ശ്വാഗമായിട്ട് തോന്നി. അണ്ണ തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അണ്ണനെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അഭിനയം. കുറേ നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല, ഭയങ്കരമായിട്ട് പടക്കങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ദീപാവലിക്കും പൊങ്കലിനും. ഗോഡ്, എന്നിരുന്നാൽ പോലെ അണ്ണ ഓക്കെ പെർഫോമൻസ് ഒക്കെ അണ്ണം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് നിത്യ മേനോനും കൊള്ളായിരുന്നു. എന്നിരുന്നാൽ പോലെ നമുക്ക് ഒരു സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ശരി, ഇത് നമ്മളിത് കഥ ഓക്കെ, എന്നാലും അത് രീതിയിൽ കൊണ്ടുവന്നിട്ട് ഒരുമാതിരി എന്തൊക്കെയോ സെക്കൻഡ് ഹാഫിൽ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ അവസാനിപ്പിച്ചു. ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞാൻ അവസാനിപ്പിച്ചു. അവർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് പടം ഒരു ഉള്ള ഫീലാണ്. എന്താ പറയുക, നല്ല രീതിയിൽ ബോറടിച്ചിടായി. പൊങ്കലിനൊരു അടിച്ച് പൊളിച്ച് കാണാനുള്ളൊരു സിനിമ അല്ല, ഒരു ഫാമിലി ഫീൽ ഗുഡ് റൊമാൻസ് എല്ലാം ഒരു പടം എന്ന് വിചാരിച്ച് പോയി കണ്ടാണ്. എന്നും പറഞ്ഞ് നമുക്ക് ഒരുമാതിരി ഷോവോ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ പൊങ്കൽ വിന്നർ മത ഗജരാജ തന്നെ. അപ്പോൾ വിശാലെണ്ണം തൂക്കി പൊളി. അപ്പോൾ അണ്ണ ഞാൻ പറയണത് ഈ ഫീൽ ഗുഡ് പരിപാടിയൊക്കെ മാറ്റി അണ്ണ ഒന്ന് ട്രാക്കിലോട്ട് വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തരി ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ റഹ്മാൻ്റെ മ്യൂസിക് കൊള്ളായിരുന്നു. പുള്ളിയുടെ മ്യൂസിക് ഒക്കെ നൈസായിരുന്നു. മറ്റേ അത് 2 തവണ ഇട്ടു, ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇട്ട് അവസാനം സിനിമ തീർന്നപ്പോഴും ഇട്ടു. അതങ്ങനെ കുഴപ്പമില്ല, എന്തിനു പറയണം, മ്യൂസിക്കൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ സ്റ്റോറി ഒരുമാതിരി മുഷിപ്പ് പോലെ തോന്നി, എന്തൊക്കെയോ ചെയ്ത് വെച്ച പോലെ ഒരു പാട്ടം. എന്നാ പ്ലീസ് തിരുമ്പി വാ. ഓക്കെ, തിരുമ്പി വാ. അത്രയേ ഉള്ളൂ. നെന്നി.